ഇപ്പോൾ പത്തനംതിട്ടയിൽ കോളേജിലേക്ക് നടത്തിയ KSU പ്രതിഷേധം വീണ്ടും സംഘർഷഭരിതമാകുന്നു. അവിടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മു എ സജീവന്റെ മരണത്തിന് ദുരൂഹത ആവശ്യപ്പെട്ടാണ് KSUവിന്റെ ആ കോളേജിലേക്കുള്ള മാർച്ച്. ആ മാർച്ച് ആദ്യം ബാരിക്കേഡ് മറികടക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അതിനുശേഷം പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമ്മു എ സജീവന്റേത് ആത്മഹത്യയല്ല, അത് കൊലപാതകമാണ് എന്ന് തന്നെയാണ് KSUവിന്റെ ആക്ഷേപം. KSU ആരോപിക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. കോളേജിന് മതിൽ ചാടിക്കടക്കാൻ നീക്കമുണ്ടായി. പ്രവർത്തകരെ അതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. മതിലിന് മുകളിൽ കയറാൻ വനിതാ പ്രവർത്തകരുടെ നീക്കം അവിടെ ഉണ്ടായി. ഇപ്പോൾ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാനിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു അലോഷ്യസ് സേവർ KSU സംസ്ഥാന അധ്യക്ഷൻ. ഉത്തരവാദികൾ കോളേജ് അധികൃതരാണ് എന്നും ആരോപിക്കുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ ഈ പറയുന്ന അമ്മു എ സജീവന്റെ അച്ഛൻ സജീവൻ കോളേജിലെത്തുകയും ഈ സഹപാഠികൾ നടത്തുന്ന ഉപദ്രവങ്ങളെപ്പറ്റി, ഹോസ്റ്റലിലും കോളേജിലും അടക്കം നടത്തുന്ന ഉപദ്രവങ്ങളെപ്പറ്റി ഒരു പരാതി കൊടുക്കുകയും ചെയ്ത കാര്യമൊക്കെ കുടുംബം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ പലപ്പോഴും മാനസികമായി തകർക്കുക, പലപ്പോഴും എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി റൂമിൽ പോയി ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിച്ചാൽ ആ റൂമിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ ഉപദ്രവിക്കുക, വഴക്ക് പറയുക, മോശം പറയുക, ഇല്ലാത്ത കാര്യങ്ങൾക്ക് അധിക്ഷേപിക്കുക തുടങ്ങിയ മാനസിക സമ്മർദ്ദങ്ങൾ ദീർഘനാളായി ഈ പറയുന്ന സഹപാഠികൾ ഇല്ലാത്ത എന്തോ കാര്യത്തിൻ്റെ പേരിൽ അമ്മുവിനെതിരെ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ മനോവേദനയിലാണ് ഈ പറയുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ താഴേക്ക് ചാടിയത്. അത് ആത്മഹത്യയാണോ അതോ ജീവാപായം വരുത്താൻ മനഃപൂർവ്വമുള്ള കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു കുടുംബം. ജയശങ്കർ, ആ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കാൻ KSU തീരുമാനിക്കുകയാണോ? കോളേജ് അധികൃതർ ഈ മരണത്തിൽ ഉത്തരവാദികളാണ് എന്ന് തന്നെ KSU ആരോപിക്കുകയാണോ? സമരം സംഘർഷഭരിതമായത് എങ്ങനെയാണ് ജയശങ്കർ? അതായത് ആശ്മി, വിവിധ രാഷ്ട്രീയ പേരിൽ തന്നെ വലിയ സമരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് KSU സംസ്ഥാന അധ്യക്ഷൻ കോളേജിന് മുന്നിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതായി. പ്രസംഗം അവതരിച്ച പിരിഞ്ഞു പോകാൻ നിൽക്കെ ഒരു പ്രവർത്തകൻ മതിൽ ചാടിക്കിടക്കാൻ ശ്രമിച്ചു. ഈ പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റി. പിന്നാലെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷം നടന്നത്. ഇതിനിടയിൽ ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത വണ്ടിയിൽ കയറ്റാനുള്ള ശ്രമം നടത്തി. ഇതിനിടയിൽ ചില പ്രവർത്തകരും പോലീസും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടലുണ്ടായി. പോലീസുകാരെ ചില പ്രവർത്തകർ തള്ളി. തിരിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്നും ചില പ്രകോപനപരമായ നടപടികളുണ്ടായി. പിന്നാലെയാണ് കൂട്ടമായി പ്രവർത്തകരും പോലീസും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് മുതിർന്ന ഉദ്യോഗസ്ഥരെത്തിയാണ് സ്ഥിതിഗതി ശാന്തമാക്കിയത്. പിന്നാലെ പോലീസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിച്ച് പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോഴത്തെ പ്രവർത്തകരെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വളരെ പണിപ്പെട്ടാണ്, വലിയ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. നിലവിൽ ഇവരെ വാഹനത്തിൽ കയറ്റി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ ശാന്തമാണ്. ആശ്മി, വിദ്യാർത്ഥി സമരങ്ങൾ തുടരുകയാണ്. ആ വിഷയത്തിൽ അത് കുറച്ച് ഗുരുതരമായ വിഷയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. അമ്മു എ സജീവന്റെ മരണത്തിൽ കുടുംബം ആരോപിക്കുന്ന ദുരൂഹതകൾക്ക് പിന്നാലെയാണ് KSU ഈ കോളേജിലേക്ക്, SME കോളേജിലേക്ക് സമരവുമായി എത്തിയത്. ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കുകയും ചെയ്തു.